ഹായ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എലഗൻസ് സെറ്റർ. അപ്പോൾ ഇപ്പോൾ മിക്കയിടത്തും പള്ളിപ്പെരുന്നാൾ, ചന്ദനക്കുടം, ഉത്സവം ഒക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത പള്ളിയിൽ ചന്ദനക്കുടം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടെ നല്ല പരിപാടികൾ നടക്കുകയാണ്. അവിടെ ദഫ് മുട്ട്, കോലുകളി, പിന്നെന്താ ഒപ്പന, അങ്ങനെ എന്താണ്ടൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ ഒരു പിള്ളേരുടെ ദഫായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കളിക്കണ കാണാനായിട്ട്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കണ്ടു കേട്ടോ. അവർ ഒരേപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ആ ദഫ് മുട്ടുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് കണ്ടു. പിന്നെ പള്ളിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട്, പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന സ്ഥലമൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് നിറയെ കളിപ്പാട്ടങ്ങൾ, പിന്നെന്താ കുറേ സ്റ്റേഷനറി ഐറ്റംസ്, വള, മാല. എൻ്റെ പൊന്നു, അങ്ങോട്ട് ചെന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്ര തിരക്കായിരുന്നു. തിരക്കും പൊടിയും. പിള്ളേർക്ക് പിന്നെ ഈ കളി സാധനങ്ങളുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നടുക്കത്തെ ആൾ പോരുമില്ല. മൂത്ത ആളും വലുതായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആളിന് കാറ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ അവിടെ കയറി അവന്മാർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പഴയ ജനറേഷനിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള കുപ്പിവളകളൊക്കെ കണ്ടിട്ട് ഞാൻ അപ്പം എൻ്റെ സ്കൂൾ കാലഘട്ടം ഓർത്തു പോയി. ഞാൻ നിറയെ ഇങ്ങനെ കുപ്പിവളം ഇട്ടിട്ട് പോകുമായിരുന്നു. ഒരേ സെറ്റ് ഇങ്ങനെ ഇട്ട് പോകുമായിരുന്നു. പിന്നെ ന്യൂജൻ വളകളും ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ ഇങ്ങനെ നോക്കി എന്നല്ലാതെ ഞാനൊന്നും വാങ്ങിച്ചൊന്നുമില്ല. കാരണം ഇപ്പം അതൊന്നും നമ്മൾ ഇടുന്നില്ലല്ലോ. എല്ലാം കണ്ട് കേട്ടിങ്ങനെ പോന്നു. പിന്നെ ഈ തിളങ്ങുന്ന സാധനങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു, ഒന്നും വാങ്ങിച്ചില്ല അവിടെ നിന്നൊന്നും. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ്, പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, കുപ്പി, ഗ്ലാസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഉമ്മച്ചി അവിടെ നിന്ന് ഏതാണ്ടൊക്കെ വാങ്ങിച്ചു. വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, അത്ര തിരക്കായിരുന്നു. പിന്നെ ഈ കടയിൽ നിന്ന് മറ്റേ പൊരി, മലർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്, പിന്നെ മധുരമുള്ളൊരു സൈസ് ആ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ മോനായിട്ട് ഇങ്ങനെ നടന്നപ്പോൾ ആൾക്ക് ഈ പൊടിയും ഇതൊക്കെ ആയിട്ട് ആൾക്ക് ഒട്ടും പറ്റണമില്ല. പിന്നെ ഇത്ര ആൾക്കാരെ ലൈറ്റും ഇതൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് എന്താണെന്നറിയാൻ പാടില്ലാത്തൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ് പുള്ളി. വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എല്ലാം ഇങ്ങനെ കൗതുകത്തിൽ ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോന്നപ്പോൾ ഒരു ബജിക്കടയിൽ കയറി. അവിടെയാണ് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു കോളിഫ്ലവർ വാങ്ങിച്ചു, ഒരു സെറ്റ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും പിന്നെ അവിടെ വേറെ ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോൾ ഒരു സൈസ് പുക പോലത്തെ വെള്ളം തന്നു കേട്ടോ. അത് എൻ്റെ നാത്തൂനാണ്. അവൾ കുടിച്ചിട്ട് പുക വരുന്നില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് എൻ്റെ മോൻ വാങ്ങിച്ച് കുടിച്ചു. അവൻ കുടിച്ചിട്ടും വലിയ ആ പുക ഇങ്ങനെ വായിക്കൂടെ അധികം വരത്തില്ല. ഇവൻ്റെത് വന്നു കേട്ടോ. അവളുടേത് പുക വന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കണതാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തവന് വേണം, അവനും കുടിച്ചു. പിന്നെ ഞാനും കുടിച്ചു നോക്കിയപ്പോൾ എന്തോ നമ്മൾ ഈ സോഡയിലൊക്കെ ഇങ്ങനെ ഒരു ഗ്യാസ് പോലെ വരത്തില്ല, അതുപോലെ ഇങ്ങനെ വായിൽ ഇട്ടിട്ട് എന്തോ പോലെ തോന്നി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പുകയൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം, അത്ര തന്നെ, വേറൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റിന് ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കണമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ രണ്ടാമത്തെ ആൾക്ക് തണുത്തതൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനെ കാണാതെ ഞങ്ങൾ 3 പേരും കൂടെ പോയി 3 ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.